എന്തൊക്കെ പറഞ്ഞാലും മോഹൻലാലിന്റെ അഭിനയ മികവിനെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും സാധിക്കത്തില്ല. കാരണം അത്ര ഗംഭീര നടനാണ്. അത് ഇന്ന് ഒരു രീതിയിൽ അഭിനയിക്കുന്ന മറ്റൊരു രീതിയിൽ അഭിനയിക്കുന്നുള്ളതല്ല. മോഹൻലാലിനെ ചൂഷണം ചെയ്യുന്ന സംവിധായകരോ അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്ന വ്യക്തികളോ ആയിരിക്കാം മോഹൻലാലിന്റെ സിനിമകളിൽ കൂടുതലും പരാജയപ്പെടുന്നത്. കാരണം മമ്മൂട്ടി മോഹൻലാലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത്, മമ്മൂട്ടിയാണ് മമ്മൂട്ടിയുടെ സിനിമയുടെ കഥ കേൾക്കുകയും അതിനകത്ത് അത് എങ്ങനെ അഭിനയിക്കണമെന്നും ആ സിനിമ എങ്ങനെ സെലക്ട് ചെയ്യണമെന്നും എല്ലാം നിശ്ചയിക്കുന്ന ഫുൾ മമ്മൂട്ടിയാണെങ്കിൽ, മോഹൻലാൽ പലപ്പോഴും പല സുഹൃബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ മോഹൻലാൽ കഥ കേൾക്കാതെ പോലുമാണ് പല സിനിമകളിലും അഭിനയിക്കുന്നത്. എന്നുള്ളത് മോഹൻലാൽ മോശം സിനിമ ചെയ്യുന്നതല്ല, പക്ഷെ അതൊരു മോഹൻലാലിന്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, മോഹൻലാൽ ഇപ്പോൾ നിറഞ്ഞാടുന്നത് ക്യാമിയോ റോളിലാണ്. ഈ 2026 ഒരുപാട് സിനിമകൾ, വലിയ വലിയ സിനിമകൾ മലയാള സിനിമയിൽ വരുന്ന വർഷമാണ് 2026. ഈ 2026 മോഹൻലാലിന്റെ ക്യാമിയോ റോൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം വരുന്ന ഖലീഫ, പൃഥ്വിരാജിന്റെ വൈശാഖിന്റെ വലിയ ബഡ്ജറ്റ് പടമാണ്. കത്തന, ജയസൂര്യയുടെ ഏറ്റവും വലിയ ബഡ്ജറ്റ് പടമാണ്. പിന്നെ തുടക്കം, ഒറ്റക്കൊമ്പൻ, അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താത്ത രീതിയിലാണ് മോഹൻലാലിന്റെ സിനിമ വരുന്നത്. അതിനകത്ത് കൂടുതൽ ഭാഗം വരുന്നത് 99% ഗോകുലും ഗോപാലും പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. ഇതിപ്പം ലാലേട്ടന്റെ ഫാൻസ് പോലും അറിയാം, ഇപ്പൊ എമ്പുരാൻ എന്തെങ്കിലുമൊക്കെ ഉള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി അഭിനയിച്ചു കൊടുക്കുന്ന പോലാണ്, എന്തായാലും നല്ല റെമ്യൂണറേഷൻ വേണം. പക്ഷെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു മോഹൻലാൽ ഒരു 2 മിനിറ്റ് ആണെങ്കിലും സ്ക്രീൻ വന്നു കഴിയുമ്പോൾ അതിന്റെ സ്ക്രീൻ പ്രസൻസ് കാണിക്കുന്ന അസാധാരണ കഴിവുള്ള നടൻ തന്നെയാണ്. അത് സംശയം തർക്കവും ഒന്നുമില്ലാതെ. ഇപ്പം നമ്മള് സമ്മറിൻ ബദലേം എടുത്തു കഴിഞ്ഞാൽ നിരഞ്ജൻ എന്ന് പറഞ്ഞ റോള് എത്ര ഗംഭീരമാണ്. നമുക്ക് ആ സിനിമയുടെ ടോട്ടൽ എഫക്റ്റ് ആ ഒറ്റ കഥാപാത്രത്തിലൂടെ കിട്ടും. നമ്മുടെ മനുവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മോഹൻലാലായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അന്നേരം അതുപോലെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രങ്ങൾ അഭിനയിക്കുക, ചറപറാന്ന് ക്യാമിയോ റോൾ ചെയ്യണ്ട എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് അത്രയും ഗംഭീരമായിരിക്കും, അസാധാരണ ഗംഭീരം. ബൊബൈലൊക്കെ ഒരുപാട് ട്രോളർമാർക്ക് ട്രോളാനുള്ള മെറ്റീരിയലായി കൊടുക്കരുത് മോഹൻലാൽ എന്ന് പറഞ്ഞത്. വരം മോഹൻലാൽ ക്യാമിയോ റോളിൽ വരെ മോഹൻലാലിന് ഗംഭീര ചിത്രങ്ങളിൽ നായകനായിട്ട് തന്നെ മോഹൻലാൽ ഇഷ്ടം പോലെ അഭിനയിക്കാൻ സാധിക്കാത്ത അത്രയും ചിത്രങ്ങളുണ്ട്. ഇപ്പം ദിലീഷ് പോത്തന്റെ ആയാലും ബ്ലസ്സിയുടെ ആയാലും ചിത്രങ്ങളെല്ലാം ഒരുങ്ങുമ്പോൾ അതിലോട്ട് മോഹൻലാൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് സാധാരണ ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ തോന്നുന്നത്. എന്തായാലും വളരെ സെലക്റ്റീവ് ആകുക ഈ കാര്യത്തിൽ. ക്യാമിയോ റോൾ ഈ വർഷം വളരെയധികം കൂടുന്നു. അത് എങ്ങനെ ആകുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും പ്രേക്ഷകർ കമന്റ്സ് ഉറപ്പായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക.